എസ് അസ്കറിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി പറയുകയാണ്. ഭക്ത നിലവിളക്ക് കൊളുത്തുന്ന ആൽത്തറയിലാണ് CPM-ൻ്റെ ചുവരെഴുത്ത്. മാത്രമല്ല ആ ആലിൻ്റെ മുകളിൽ CPM-ൻ്റെ പതാക. ശരിയാണോ അസ്കർ ഇതൊക്കെ? അന്നന്റെ ഇതില് ഞാൻ പറഞ്ഞല്ലോ, അവിടത്തെ ഏതൊരു ക്ഷേത്രവും ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളുടെയും ആ ഗ്രാമത്തിന്റെയും മനസ്സുകൂടിയാണ് ക്ഷേത്രത്തിൽ പ്രതിഫലിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കടയ്ക്കലിനെ കുറിച്ച് പറഞ്ഞത്. അല്ല, മനസ്സ് പ്രതിഫലിച്ചോട്ടെ, പക്ഷേ അവരുടെ രാഷ്ട്രീയം എന്തിനാണ് സാർ ഈ ക്ഷേത്ര ക്ഷേത്ര പരിപാടിയില്ലാതെ കാണിക്കുന്നത് എന്തിനാ? അങ്ങനല്ല, ആ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രത്തിന്റെ നടത്തിപ്പും അതിന്റെ പരിപാലനവും ഒക്കെ ആ കമ്മിറ്റിയാണ് നടത്തുന്നത്. സ്വാഭാവിക ആ പ്രദേശത്തെ ജനങ്ങൾ രാഷ്ട്രീയമായി CPM-നോട് ആഭിമുഖ്യം ഉള്ളവരാണ് ഭൂരിപക്ഷം പേരും. അപ്പൊ സ്വാഭാവികമായും അവരുടെ കൂടി ആഗ്രഹത്തിന്റെ പ്രതിഫലനമായി അത്തരത്തിൽ സംഭവിച്ചു. അത് സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് എന്റെ വ്യക്തിയുടെ അഭിപ്രായം. ചെയ്തവരെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാവാം. അല്ല, നാളെ ഇപ്പൊ ലീഗിന് അപ്രമാദിത്വമുള്ള ഒരു പ്രദേശത്ത് ക്ഷേത്രോത്സവം നടക്കുന്നു. അവർ പറയുന്നു ഞങ്ങളുടെ ആളുകളാണ് ഏറ്റവും കൂടുതൽ, അതുകൊണ്ട് അവിടെ പച്ചക്കൊടിയേറ്റ് അമ്പല പരിപാടിയിൽ അവർ ഇരച്ചു കയറുന്നത് ശരിയാണോ? അങ്ങനല്ലേ, ലീഗുകാർ അതെ അല്ലല്ല, ലീഗുകാരൊന്നും നമുക്ക് അങ്ങനെ അത്തരത്തിൽ അല്ല ഇതിനെ കാണേണ്ടത്. ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഞാൻ കാണുന്ന പ്രശ്നം, എന്തുകൊണ്ട് ക്ഷേത്രങ്ങൾ RSS ഒരു കാലത്ത് കൈകടക്കിയിരുന്നെങ്കിൽ ഇന്ന് മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതേ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലല്ലോ. രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലല്ലോ. അല്ലല്ല, RSS രാഷ്ട്രീയ പ്രസ്ഥാനമില്ല. RSS-ന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഇല്ല, RSS രാഷ്ട്രീയമില്ല. RSS ഒരിക്കലും രാഷ്ട്രീയമില്ല. രാഷ്ട്രീയ സ്വയം സേവകാണത്. അത് രാഷ്ട്രീയമല്ല. നിങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് RSS-നെ താഴ്ത്തി കെട്ടരുത്. അങ്ങനല്ല, RSS ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് അവർക്കൊരു രാഷ്ട്രീയ സംഘടനയുണ്ട്, അവർക്കൊരു രാഷ്ട്രീയ ദിശാബോധം. അവർക്ക് രാഷ്ട്രീയ സംഘടന ഇല്ല. RSS-ന് രാഷ്ട്രീയ സംഘടന ഇല്ല. ശ്രീ അസ്കർ, ഇല്ല. RSS-ന്റെ നിർദ്ദേശപ്രകാരമാണല്ലോ ഇന്ത്യയിൽ BJP-യുടെ പ്രവർത്തനം. അങ്ങനെയല്ല, അങ്ങനെ നിങ്ങൾ പറയരുത്. രണ്ടും കൂട്ടിക്കെട്ടരുത്. രണ്ട് ഇപ്പം വിശ്വഹിന്ദു പരിഷത്ത് അവരുടെ ക്ഷേത്രീയ സംഘടനയാണ് എന്ന് വെച്ച് വിശ്വഹിന്ദു പരിഷത്തും RSS-ഉം ഒറ്റ സംഘടനയായിട്ട് നിങ്ങൾ കൂട്ടരുത്. രണ്ട് സംഘടനയാണ്. അത് രണ്ടും തന്നെയാണ്. അതിന് കൃത്യമായ രണ്ട് രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. പ്രകടനപരമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതാണ് വിശ്വഹിന്ദു പരിഷത്തും RSS-ഉം തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ BJP-യും RSS-ഉം ഒന്നല്ല എന്ന് പറയുന്നത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. കാര്യം അത് നമ്മൾ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് RSS-ഉം എന്താണ് BJP എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. എങ്ങനെയാണ് അതിന്റെ നിങ്ങൾ മനഃപൂർവ്വം അത് വെറുതെ നിങ്ങളൊരു ചാരുകയാണ്. അത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ സ്വയം സേവകനാണ്. എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാര്യം RSS അല്ല BJP എന്ന ഭാരതീയ ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. നിങ്ങളിപ്പോൾ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പോലെ രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അല്ലാതെ RSS-ന്റെ ഭാഗമല്ല. RSS-ൽ പ്രവർത്തിക്കുന്ന പല ആൾക്കാരും BJP പ്രവർത്തിക്കുന്നവരുണ്ട്. അതുപോലെ കോൺഗ്രസിൽ വിശ്വസിക്കുന്നവരുണ്ട്, RSS പ്രവർത്തിക്കുന്നവർ. അതുപോലെ RSS എന്ന് പറയുന്ന സംഘടന ഒരു ഹിന്ദു സംഘടനയല്ല. അവിടെ ഏത് മതസ്ഥർക്കും പ്രവർത്തിക്കാം. നാളെ അസ്കറിന് വേണേൽ RSS-ൽ പ്രവർത്തകനാവാം. ഒരു വിരോധമില്ല. പൂർണ്ണമായും സ്വീകരിക്കും അവർ. അതുകൊണ്ട് അതൊരു പ്രശ്നമേ ഇല്ല. അവിടെ ഒരു മതസംഘടനയല്ല RSS. അപ്പൊ അതുകൊണ്ട് RSS-നെയും BJP-യും കൂട്ടിക്കെട്ടണ്ട. BJP വഴിക്ക് നിൽക്കട്ടെ, RSS-ന്റെ വഴിക്ക് പോട്ടെ. അല്ല, RSS-ന് ക്ഷേത്ര ക്ഷേത്രങ്ങളും കവർന്നെടുക്കാമെങ്കിൽ സ്വാഭാവികമായി മറ്റു രാഷ്ട്രീയ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ഷേത്രങ്ങൾ എപ്പോഴും ആധ്യാത്മികതയുടെ. നിങ്ങൾക്ക് എന്ന് തൊട്ടാണ് ഈ ക്ഷേത്രങ്ങളോട് ഇത്രയും പ്രതിപത്തി, ഇത്രയും സ്നേഹം എന്ന് തൊട്ട് തുടങ്ങിയതാണ്? അത് പറ. അങ്ങനല്ല, ഇതിപ്പോ ക്ഷേത്രങ്ങളോട് ക്ഷേത്രം നശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഏറ്റവും പ്രധാനമായ വ്യക്തി ആചാര്യൻ നിയമസംഭവിപ്പാട് പറഞ്ഞ ക്ഷേത്രത്തെ നശിപ്പിക്കണോ? ക്ഷേത്രത്തെ നേർത്ത് അവിടെ മരിച്ചിനി നടാനാ പറഞ്ഞു. അദ്ദേഹം EMS-നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നാസ്തികൻ കൂടിയാണ്. സ്വാഭാവികമായി അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ, രാഷ്ട്രീയ ചിന്തകൾ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും ബൗദ്ധിക നിലവാരത്തിൽ ഉയർന്ന ചിന്തകളുള്ള ഒരു വ്യക്തിയായിരുന്നു EMS. അതുകൊണ്ടാണ് EMS പല ഘട്ടങ്ങളിലും ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അനാചാരങ്ങൾ, അയിത്തോച്ചാടൽ, ഈ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങളെ സംബന്ധിച്ച് കൂടിയാണ്. അതല്ലാതെ ആ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചാൽ അതോടുകൂടി എല്ലാം നശിക്കും, എല്ലാം ശരിയാകും എന്ന അർത്ഥത്തിലല്ല അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അതേ EMS നമ്പൂതിരിപ്പാടാണ് പൊന്നാനി പോയിട്ട് പള്ളിയിൽ പോയി എഴുതി കൊടുത്തത്, ഇത് വെച്ചടി ഉയരട്ടെ എന്ന്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ശ്രീ അസ്കറിന് പറയാൻ പറ്റുമോ? ഇന്നും ആ പൊന്നാനിയിലെ ആ പള്ളിയിൽ റെക്കോർഡിൽ കാണുമോ? അത്
എഴുതി കൊടുത്ത അദ്ദേഹം ശ്രീ EMS നമ്പൂതിരിപ്പാട്. നമ്മൾ അതും ഇത് തന്നെയല്ലേ, അതും ഒരു എന്താ പറയുക മതവിശ്വാസം തന്നെയല്ലേ? ഹിന്ദുവിന്റെ മതവിശ്വാസം മാത്രമേ ഉള്ളൂ അന്ധവിശ്വാസം? അങ്ങനല്ല. അങ്ങിപ്പോ ഏതെങ്കിലും ഒരു സ്ഥലം സന്ദർശിക്കുമ്പോ ആ സന്ദർശക രജിസ്റ്ററിൽ അങ്ങയുടെ അഭിപ്രായം എഴുതി വെക്കാൻ പലപ്പോഴും അപ്പൊ ക്ഷേത്രത്തിൽ പോകുമ്പോ അത് എഴുതും അങ്ങനെ? അല്ല, ക്ഷേത്രങ്ങളിൽ അങ്ങനെ അസ്കർ, നിങ്ങൾ ഒരു ഒറ്റ വെള്ളത്തിൽ നിൽക്കൂ, രണ്ട് വെള്ളത്തിൽ കാല് വെക്കരുത്. അത് അബദ്ധമാവും. നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയൂ. കാരണം ഞാൻ പറഞ്ഞു EMS നമ്പൂതിരിപ്പാട് വ്യക്തമായി പറഞ്ഞതല്ലേ ക്ഷേത്രങ്ങളെ നശിപ്പിക്കണമെന്ന്. ക്ഷേത്രങ്ങളിലൂടെയാണ് അന്ധവിശ്വാസം നശിപ്പിക്കണമെന്ന്. ഇതേ EMS നമ്പൂതിരിപ്പാടല്ലേ പൊന്നാനി പോയിട്ട് ഇത് വെച്ചടി ഉയരട്ടെ എഴുതി കൊടുത്തത്? അപ്പൊ ഇത് രണ്ടും ഒരാൾ തന്നെയല്ലേ ചെയ്തത്? അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അതല്ല, ദളിതനും ശൂദ്രനും വഴി നടക്കാൻ കഴിയാതിരുന്ന ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന നാടാണ് കേരളം. അത് ആ കാലഘട്ടമൊക്കെ പോയില്ലേ? പഴയ കാര്യങ്ങൾ പറയുന്നത് അല്ല, സ്ത്രീകൾക്ക് ക്ഷേത്രപ്രവേശനം ഉണ്ടാവാതിരുന്ന നാടാണ് കേരളം. സ്ത്രീകൾക്ക് ഇന്ന് ക്ഷേത്രപ്രവേശനം ഉണ്ട്. സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്ത സ്ഥലങ്ങളില്ലേ? അവിടെ പ്രവേശിക്കാൻ പറയോ? പറഞ്ഞു വരുന്നത് CPM-ന്റെ ഇടപെടൽ കാരണമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടൽ കാരണമാണ് ഇതെല്ലാം മാറ്റിയതാണ്. അങ്ങനല്ല, ശൂദ്രന് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയാതിരിക്കുകയും ദളിതന് ക്ഷേത്രാചാരങ്ങളിൽ ഇടപെടാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വഴി നടക്കാൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടാവാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തെ രക്ഷകരെ പോലെ കമ്മ്യൂണിസ്റ്റുകാർ എത്തിയത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിനകത്ത് പങ്കുണ്ടെന്നേ. RSSനോ BJP-ക്കാർക്കോ അക്കാര്യത്തിൽ ഒരു പങ്കുമില്ലെന്നേ. അവരെ സംബന്ധിച്ച് ബ്രാഹ്മണ മേധാവിത്വത്തിലേക്ക് ഈ രാജ്യത്തെ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ ഈ പറഞ്ഞ ബ്രാഹ്മണ മേധാവിത്വത്തിന് സ്വന്തം പേരിൽ നിന്ന് നമ്പൂതിരിപ്പാട് മാറ്റാത്ത ഒരാളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവ്. ബാക്കി എല്ലാവരും പറഞ്ഞു നിങ്ങൾ ജാതി ഉപേക്ഷിക്കണം, എല്ലാം കളയണം. സ്വന്തം പേര് ജീവിത അന്ത്യം വരെ EMS നമ്പൂതിരിപ്പാട് എന്നുള്ള പേരിൽ പോലും മാറ്റം വരുത്താത്ത ഒരാളിനെയാണ് നിങ്ങൾ ആചാര്യനായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് അങ്ങനത്തെ ഒരു പാർട്ടിയാണ് പറയുന്നത് മറ്റുള്ള ആൾക്കാർ ബ്രാഹ്മണരാണ്. ഒരിക്കലുമില്ല, തെറ്റായ ഒരു സന്ദേശമാണ് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കാരണം നിങ്ങളുടെ ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് മറ്റു കുറേ ആൾക്കാരെ പ്രത്യേക സമുദായത്തെ നമ്മുടെ കൂടെ നിർത്താം, അവർക്ക് വേണ്ടിയാണ് CPM നിലകൊള്ളുന്നത് എന്നൊരു ധാരണ ഉണ്ടാക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ചോർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള പുതിയ അജണ്ടയാണിത്. അല്ല വിജി തമ്പി, അതുകൊണ്ടാണല്ലോ കൂടൽമാണിക്യ ക്ഷേത്രത്തില് ആ ജാതീയ അധിക്ഷേപം അതൊന്ന് ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ ബാലു പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ എന്താ പറഞ്ഞത്? ഇത് കൊലം കുത്തികളുടെ പണിയാണെന്ന് പറഞ്ഞു. ആരാ കൊലം കുത്തികൾ? സംശയമുണ്ടോ CPM അല്ല എന്നുള്ള കാര്യത്തിൽ? അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്, പക്ഷെ അദ്ദേഹം അത് CPM ആണെന്ന് പറഞ്ഞില്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? അല്ലല്ല, ഇത് തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള കൊല്ലം കുത്തി എന്ന് പറഞ്ഞാൽ ആരാ ഉപയോഗിച്ചത് അങ്ങനെ ഒരു പരാമർശം? അതല്ല, ആ ഒരു വാക്കിന്റെ ഉത്ഭവസ്ഥാനം എന്തായാലും CPM അല്ലല്ലോ. അതുകൊണ്ട് കുലംകുത്തികളെല്ലാം CPM-കാരാണെന്നുള്ള അർത്ഥത്തിൽ പറയും. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, CPM-കാരാണെന്ന് പറഞ്ഞില്ല, കൊലം കുത്തികളാണ് ചെയ്തതെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞു. ഞാൻ CPM-കാരെല്ലാം കൊലം കുത്തികളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം എന്റെ തലയിലടിച്ച് ഏൽപ്പിക്കല്ലേ. അങ്ങനല്ല കാര്യം. ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അന്ധമായ CPM വിരോധമുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി എന്തിനും ഏതിനും CPM-നെ തെറ്റ് കാണാൻ ശ്രമിക്കുന്നതാണ് വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ചില ആളുകൾ ശരിയാണോ ചെയ്യുന്നതിന്റെ പല മനുഷ്യനായ തെറ്റുപറ്റാത്തവരായിട്ട് ആരുണ്ട്? ആവർത്തിച്ചുകൊണ്ടിരിക്കല്ലേ? അല്ല, ഗർഭപാത്രത്തിലുള്ള കുഞ്ഞൊഴികെ ബാക്കി എല്ലാ ആളുകൾക്കും തെറ്റുപറ്റും. ആ തെറ്റുപറ്റുന്നത് തിരുത്താൻ കഴിയുന്ന വലിയ മനോഭാവമാണ് മനുഷ്യനെ സംബന്ധിച്ച് അതിന്റെ ഔന്നത്യത്തിലേക്ക്. കടക്കലും കതിരൂര് സംഭവിച്ചത് തെറ്റാണെന്ന് CPM നേതൃത്വം പറയോ? അങ്ങനെ CPM നേതൃത്വത്തിന്റെ പരിപാടി ആയിരുന്നില്ല അത്. അതെന്താ, എന്തുകൊണ്ട് ഇതാണ് മനസ്സിലാവാത്ത ഉറച്ച നിലപാടെടുക്കൂ. നിങ്ങൾ അസ്കർ പറയൂ. ശ്രീ അസ്കർ എന്ന് പറയുന്ന CPM-ന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ്. തെറ്റാണെന്ന് പറയൂ. നേതാക്കൾ പറയണ്ട, നിങ്ങൾ പറയൂ തെറ്റാണ് ചെയ്തത്. ആ തെറ്റ് ശരിയായിരുന്നില്ല, ക്ഷേത്രത്തിൽ നടത്തേണ്ട കാര്യമല്ലായിരുന്നു അത്. ഞാനത് പറഞ്ഞല്ലോ. CPM ഒരു കാരണവശാലും ഒരു ആരാധനയിൽ, ക്ഷേത്രം മാത്രമല്ല ഒരു ആരാധനാലയങ്ങളിലും ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിട്ട്, വിശിഷ്യ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര കലകൾ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടത്താനേ പാടുള്ളൂ. ഇപ്പൊ നമ്മുടെ സാമൂഹ്യ മാറ്റത്തിന്റെ ഭാഗമായി ക്ഷേത്രകലകൾ നിരാകരിച്ചുകൊണ്ട് ഇത്തരം ആഭാസ കലകൾ
ക്ഷേത്രങ്ങൾ വരുന്നത്. അലോഷിയുടെ പാട്ട് ആഭാസമാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പലതരത്തിലും റെക്കോർഡഡ് DJs ഡിസ്കുകൾ വെച്ചുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രൊസഷനിലടക്കം കാണുന്ന കാഴ്ചകൾ അരോചകമാണ്. ആ അരോചകത്വം നിർത്തുന്നത്. അലോഷി ഒരു വലിയ സംഗീതജ്ഞനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സംഗീതം ഒരു ക്ഷേത്ര മൈതാനത്ത് വരിക എന്ന് പറയുന്നത് എത്രത്തോളം യുക്തിഭദ്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ക്ഷേത്ര മൈതാനത്ത് അവതരിപ്പിക്കപ്പെടേണ്ട ഒരു കലാവിരുന്നല്ല, മറിച്ച് മറ്റു ഇടങ്ങളിൽ അവതരിപ്പിക്കപ്പെടാനുള്ള കലാവിരുന്നാണ്. ഞാൻ അത് തുറന്നു പറയാൻ സമ്മതിക്കുന്നതിന് എനിക്കൊരു മടിയില്ലെന്നേ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ക്ഷേത്രങ്ങളിൽ എപ്പോഴും ക്ഷേത്രമായി ചുറ്റിപ്പറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ ക്ഷേത്ര കലകളുണ്ട്. കഥകളിയാണെങ്കിലും ഓട്ടം തുള്ളാനാണെങ്കിലും കൂത്താണെങ്കിലും നിരവധി കലാരൂപങ്ങൾ നമുക്കുണ്ട്. ആ കലാരൂപങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ആ അവതരണത്തോടു കൂടി അതിലിപ്പോ ജനങ്ങളുടെ പങ്കാളിത്തം കുറയുന്നു എന്നുള്ള ആശങ്കയിലാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ കലാരൂപങ്ങളിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് മാറ്റാൻ ഹിന്ദു സമൂഹവും കേരളത്തിന്റെ പൊതുസമൂഹവും തയ്യാറാകണം. ആ തയ്യാറെടുപ്പിന് കഴിയാതെ വരുന്നിടത്താണ് ഇത്തരം പ്രശ്നങ്ങൾ ഉദിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ കയറി ഇടങ്കോലിടുന്നത് അല്ലേ? ഞങ്ങൾ അങ്ങനല്ല. CPM ഒരിടത്ത് ഇടങ്കോലിട്ടില്ലെന്ന്. ഇതൊന്നും CPM-ന്റെ പരിപാടിയിൽപ്പെട്ട കാര്യമല്ല. നിങ്ങൾ കരുതും CPM-ന് ക്ഷേത്രോത്സവം നടത്തുന്നതിൽ എന്തോ പ്രത്യേകിച്ച് താല്പര്യമുണ്ട്. ആ താല്പര്യവും ആ സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രോത്സവം നടത്താൻ വന്നു എന്നുള്ളതാണോ? കടയ്ക്കലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ ശ്രീ അസ്കർ, ക്ഷേത്ര വിശ്വാസികളല്ലാത്ത CPM-ന്റെ പ്രവർത്തകർ എന്തിനാ അവിടെ വന്നിരുന്ന് ആ ക്ഷേത്ര ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമിന് മുൻനിരയിൽ വന്നിരിക്കുന്നത്? ക്ഷേത്രവുമായിട്ട് ബന്ധമില്ലാത്ത, ക്ഷേത്ര വിശ്വാസികളല്ലാത്ത, നിരീശ്വരവാദികളായ, ഭൗതികവാദികളായ CPM-ന്റെ ലോക്കൽ കമ്മിറ്റിയിലുള്ള ആൾക്കാർ എന്തിനാണ് ക്ഷേത്രമുറ്റത്ത് വന്നിരുന്ന് പ്രോഗ്രാം കാണുന്നത്? അത്രേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ എന്തിനാണ് ക്ഷേത്രത്തിൽ വരുന്നത്? ക്ഷേത്രം ഈശ്വരീയമായി വിശ്വസിക്കുന്നവർക്കാണ്, ആ ഹൈന്ദവ വിശ്വാസമുള്ളവർക്കാണ്, ഈശ്വര വിശ്വാസമുള്ളവർക്കാണ്. അവരെന്ത് ചെയ്യട്ടെ? ശബരിമലയിൽ മാലയിട്ട് പോയതിന് നടപടിയെടുത്ത പാർട്ടി നടപടിക്ക് വിധേയനായ ആൾക്കാരൊക്കെ ഉണ്ട്. ഇന്നിപ്പോ ദേവസ്വം ബോർഡിന്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി എടുക്കുമെന്ന്. നടപടി എടുക്കോ ഇല്ലേ നമുക്കൊന്ന് കാണണം. അതൊന്നും ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു. നടപടി എടുക്കോ ഇല്ലേ നമുക്കൊന്ന് അറിയണം. ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഈ പരിപാടി നടത്തിയവരുടെ പേരിലോ ശ്രീ പ്രശാന്ത് അദ്ദേഹം നടപടി എടുക്കുമോ, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ വിഷയത്തിൽ നടപടി എടുക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണണം. നടപടി എടുത്താൽ പ്രശാന്തിന്റെ കസേര തെറിക്കും.